പ്ലാസ്റ്റർ ഇട്ട പേഷ്യൻറ്റിൻ്റെ കൈ മുറിച്ചു മാറ്റി. നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കേട്ട സംഭവമാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എല്ല് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മേജറായിട്ടൊരു കോംപ്ലിക്കേഷൻ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു എല്ല് പൊട്ടുകയാണെന്ന് വിചാരിക്കാം, ഇപ്പോൾ കയ്യിൻ്റെ എല്ലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ കയ്യിലൊക്കെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതായത് മസിലുകളെയൊക്കെ ചുറ്റി ഒരു ഫേഷ്യ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലിനെയും മസിലിനൊക്കെ ചുറ്റിയിട്ട് ഒരു ഫേഷ്യ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു നീര് വന്നാൽ, അപ്പോൾ അവിടെ എല്ല് പൊട്ടുമ്പോൾ സ്വാഭാവികമായും അവിടെ രക്തം കൂടുന്നു, അവിടേക്കുള്ള രക്തോട്ടം കൂടി രക്തം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ അത് എവിടോട്ട് പോകാൻ പുറത്തു വന്ന രക്തം, അപ്പോൾ അതൊരു മസിലിനെല്ലാം ചുറ്റി ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ഒരു ഫേഷ്യ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ രക്തം കെട്ടിക്കിടക്കും. അപ്പോൾ ആ രക്തം കെട്ടിക്കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലോസ് സ്പേസ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു മുറിയിൽ ഒരു 10 പേര് ഇരിക്കാമെന്ന് വിചാരിക്കാം. അവിടേക്ക് ഒരു 50 പേര് വന്നാൽ അവിടെ ഒരു തിങ്ങൽ കൂടില്ലേ, എല്ലാവർക്കുള്ള സ്ഥലം അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ആ ഫേഷ്യ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന രക്തക്കുഴലുകളും നെർവ്സും ഞരമ്പുകളും മസിലും എല്ലും എല്ലാം അടങ്ങിയ ആ കമ്പാർട്ട്മെൻറ്റിൽ ഈ നീരും കൂടെ വരുമ്പോൾ അവിടുത്തെ പ്രഷർ കൂടുന്നു. ആ പ്രഷർ കൂടുമ്പോൾ ആ ഫ്ലൂയിഡ് എല്ലാം വന്ന്, ആ രക്തമെല്ലാം വന്ന് നമ്മുടെ ചെറിയ ചെറിയ കാപ്പിലറീസ് പോലുള്ള രക്തക്കുഴലുകൾ അമരുന്നു. അപ്പോൾ അത് രക്തക്കുഴൽ അമരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ രക്തം പോകാൻ പറ്റില്ല. അപ്പോൾ രക്തം ഓട്ടം കുറഞ്ഞ് അവിടുത്തെ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ, മസിലുകളിലേക്കുള്ള രക്തോട്ടം എല്ലാം കുറയുന്നു. ആ രക്തോട്ടം കുറയുന്നത് വഴി മസിലുകൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഒരു രക്ഷാപ്രവർത്തനം എന്നവണ്ണം വീണ്ടും ഓരോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വീണ്ടും നീര് കൂടുകയും ആ കമ്പാർട്ട്മെൻറ്റിലെ പ്രഷർ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എന്തുണ്ടാവും, ആ കാപ്പിലറീസും വെസൽസും ഒക്കെ വീണ്ടും അമർന്നിട്ട് വീണ്ടും അതിലത്തെ രക്തോട്ടം കുറയും, മസിലുകളിലേക്കുള്ള രക്തോട്ടം കുറയും. അപ്പോൾ നമ്മുടെ കയ്യിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് വഴി നമ്മുടെ കയ്യിലെ കളർ ചേഞ്ചും കയ്യിലെ രക്തോട്ടം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിൻ്റെ എൻഡ് സ്റ്റേജിലാണ് എന്ത് വരിക, രക്തോട്ടം പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ, നമ്മളവിടുത്തെ നെക്രോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആംപ്യൂട്ടേഷനാണ് വഴി. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രാക്ചർ പറ്റിയവരിലെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം വന്ന് കൈ മുറിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതറിയാമല്ലോ, ഇതിങ്ങനെയാണ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് ജാഗ്രത വേണം. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിയണം. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ പോയി കാണും. അപ്പോൾ ആ ഫ്രാക്ചർ ഉണ്ടായ ഡോക്ടർ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം ഒരു പകുതി പ്ലാസ്റ്ററാണ് ഭൂരിഭാഗം പേരിലും ഇടുന്നത്. അതായത് പകുതി പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം ഒരു പഞ്ഞി വെച്ചോ കാസ്റ്റ് പാഡിങ് വെച്ചിട്ടോ കയ്യിൽ കവർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം പ്ലാസ്റ്റർ വയ്ക്കും. എന്നിട്ട് മേലെ റോൾ ബാൻഡേജ് വെച്ച് ചുറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലാസ്റ്റർ കൊണ്ട് നമ്മൾ മുഴുവൻ ചുറ്റിയാൽ വീണ്ടും അത് ഇറുകാനുള്ളൊരു സാധ്യതയുണ്ട്. വീണ്ടും അത് നീര് വന്നു കഴിഞ്ഞാൽ നമുക്കത് വെട്ടാനും ബുദ്ധിമുട്ടാണ്. ആ നീരിന് പുറത്തേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനും സ്ഥലമില്ലാതെയാവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള പ്ലാസ്റ്റർ ആദ്യം ഇടുന്നത്. അപ്പോൾ ആ ലൂസായിട്ടുള്ള പ്ലാസ്റ്റർ ഇട്ടാലും നമ്മൾ അതിൻ്റെ മേലെ റോൾ ബാൻഡേജ് ഒക്കെ വെച്ച് കിട്ടുന്നുണ്ടല്ലോ, എങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിൻ്റെ ഫസ്റ്റ് സൈൻസ് എന്താണെന്ന് നോക്കാം. ഒരു ഫ്രാക്ചർ പറ്റുമ്പോൾ എന്തായാലും വേദന ഉണ്ടാകും. അതിനേക്കാൾ കൂടുതൽ വേദന, അതായത് വേദന കൂടി വരിക, ഭയങ്കര സിവിയറായിട്ട് അസഹനീയമായ വേദനയാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സൈൻ. പിന്നെ പാരസ്തീഷ്യ, കയ്യിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ തരിപ്പുകൾ അനുഭവപ്പെടുക, എവിടെയാണോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് ആ ഭാഗത്ത് തരിപ്പുകൾ അനുഭവപ്പെടുക ഡിസ്റ്റൽ ഫിംഗേഴ്സിൽ. പിന്നെ ചില കളർ ചേഞ്ചുകൾ വരിക, വെളുത്ത് വരിക. പിന്നെ പൾസ് ഇല്ലാതെ ആവുന്നതൊക്കെ അവസാനം വരുന്ന സൈൻസാണ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ, ഇപ്പോൾ നിങ്ങളൊരു പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷമോ ഫ്രാക്ചർ പറ്റിയതിന് ശേഷമോ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ തിരിച്ച് ഡോക്ടറുടെ അടുത്ത് തന്നെ പോകണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, അപ്പോൾ നമ്മൾ ആദ്യം പ്ലാസ്റ്റർ കട്ട് ചെയ്ത് നോക്കും. കയ്യിലൊക്കെ ഒരുപാട് നീര് വരിക, വേദന വരിക, അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്ലാസ്റ്റർ കട്ട് ചെയ്ത് നോക്കിയിട്ട് അത് എത്രത്തോളം പ്രഷർ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിലോട്ട് പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ, അത് പ്ലാസ്റ്റർ ഇട്ടിട്ടും പ്ലാസ്റ്റർ ഇടാതെയും അത് വരാം. കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിലോട്ട് പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് അവർക്ക് സർജറി ചെയ്യേണ്ടി വരും. അതൊരു ഡ്രഗ്ഡ് എമർജൻസിയാണ്. നമ്മൾ അപ്പം തന്നെ ആ സർജറി ചെയ്യണം. എന്താണ് ആ സർജറി? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫേഷ്യ വെച്ച് കവർ ചെയ്തിട്ടാണ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഒരു കയ്യിൽ തന്നെ 3-4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഫേഷ്യകളൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കും. അതുവഴി ഉള്ളിലുള്ള കെട്ടിക്കിടക്കുന്ന നീരിന് പുറത്തോട്ട് വരാൻ അത് സഹായകമാകും. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല എന്നില്ലെങ്കിൽ, കറക്റ്റ് സമയത്ത് ആ മെഷർ നമ്മൾ എടുത്തില്ലെങ്കിൽ വീണ്ടും അവിടെ രക്തോട്ടം കളഞ്ഞ് ഭാവിയിൽ കൈ മുറിച്ച് കളയേണ്ട ഒക്കെ അവസ്ഥ വരാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ എല്ലാ പ്ലാസ്റ്റർ ഇടുന്ന പേഷ്യൻസിനോടും പറയാറുണ്ട്, ഫ്രാക്ചർ ഉള്ളവരോടും പറയാറുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കയ്യിൽ നീര് വരിക, കളർ വ്യത്യാസം തോന്നുക, സിവിയർ ആയിട്ടുള്ള വേദന വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ തിരിച്ചു വരണമെന്ന്. അപ്പോൾ ഇത് എല്ലാവരും, ചിലപ്പോൾ എല്ലാ ഡോക്ടർമാർക്കും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത്, പൊതുസമൂഹം ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം അവസാനം നഷ്ടം ഇത്
കൈ പോകുന്ന ആൾക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഒരു അവബോധം ആവശ്യമാണ്. പക്ഷേ പെട്ടെന്ന് കുറേ പേഷ്യൻ്റൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ചിലപ്പോൾ ഒരാളോട് പറയാൻ മറന്നെന്ന് വിചാരിക്കാം. അപ്പോഴും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പ്ലാസ്റ്റർ ഇട്ടാലും ഫ്രാക്ചർ ആയാലും ഈ കാര്യം വളരെ ശ്രദ്ധിക്കാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തീർച്ചയായും ഒരു ഫ്രാക്ചറിൻ്റെ ഇത് ചിലപ്പോൾ 100-ൽ ഒരാൾക്കോ 200-ൽ ഒരാൾക്കോ ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് വന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഗുരുതരമാണ്. അത് കാരണം നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ചെറിയ വലിയ കാര്യം കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ആരായാലും കയ്യിൽ കളർ വ്യത്യാസം, സിവിയർ പെയിൻ, തരിപ്പ്, കളർ വ്യത്യാസം, പൾസില്ലായ്മ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ, ഇപ്പോൾ ചിലപ്പോൾ ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരാൻ വന്നിരിക്കുന്നത് മുഴുവൻ പ്ലാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ തന്നെ 2ാമത്തെ ദിവസമാവും 3ാമത്തെ ദിവസമാവും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ തിരിച്ച് ഡോക്ടറുടെ അടുത്ത് പോകണം. ആ പ്ലാസ്റ്റർ റിമൂവ് ചെയ്ത് കൈ എക്സാമിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ. ഇതേപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.